ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അവസാനം 3-4 മാസം മുന്നേ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് പോയതാണ് ഞാൻ എന്നും ഷോർട്സ് ഇടണം എന്നിങ്ങനെ വിചാരിക്കും, പക്ഷെ വിചാരിക്കുന്നത് മാത്രമേ നടക്കത്തുള്ളൂ, ഇടലൊന്നും നടക്കത്തില്ല. ഷോർട്സ് എടുക്കുന്ന തന്നെ വലിയ പാടുള്ള കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഓരോ ഷോർട്ട് വൈസ് എടുത്തിട്ട് അത് എഡിറ്റ് ചെയ്യണം, വോയിസ് ഓവറും എടുക്കണം. അതിൻ്റെയൊക്കെ മടി കൊണ്ട് ഞാൻ ഷോർട്സ് ഡെയിലി പോസ്റ്റ് ചെയ്യുന്ന പരിപാടി നിർത്തി. കണ്ടന്റ് ഉണ്ട്, പക്ഷെ അത് ചെയ്യാനുള്ള ഒരു ഇത് കിട്ടുന്നില്ല, ചെയ്യാനുള്ളൊരിത്. അപ്പോൾ ഇന്നിങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ലോങ് വീഡിയോ ഇടാമെന്ന്. പക്ഷെ എനിക്ക് പ്രത്യേകിച്ചൊരു കണ്ടന്റ് ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാനിങ്ങനെ യൂട്യൂബ് സ്ക്രോൾ ചെയ്ത് പോയിക്കൊണ്ട് നമ്മുടെ ഷാമോൻ്റെ ഒരു വീഡിയോ കണ്ടു. പുള്ളിക്കാരന് ഒരു ഹോട്ടലിലുണ്ടായ ഒരു പേടിപ്പെടുത്തുന്ന ഒരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഒരു ഗോസ്റ്റിൻ്റെ എക്സ്പീരിയൻസ് പുള്ളിക്കാരൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് കണ്ടപ്പോഴത്തേന് എനിക്കും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു അത് ആ സ്റ്റോറി പറഞ്ഞിട്ടൊരു വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ ആ സ്റ്റോറി ആയിട്ട് വന്നതാണ്. സംഭവം കേൾക്കുമ്പോൾ കുറച്ച് കൺഫ്യൂഷനൊക്കെ വരും, കാരണം അത് പറയുമ്പോൾ എനിക്ക് തന്നെ കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഞാൻ ഉണ്ടാക്കി പറയുന്നൊന്നുമല്ല, സീരിയസ്ലി ഇത് ഉണ്ടായ കഥ തന്നെയാണ്. എൻ്റെ കൂടെ അന്ന് ഉണ്ടായിരുന്ന 2 വ്യക്തികൾ ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ മേ ബി അവർ കമൻറ്റ് ചെയ്യായിരിക്കും, കാരണം അവരായിട്ടിപ്പം കണക്ഷൻ ഇല്ല. പക്ഷെ അവർ കാണും എന്നാണ് എൻ്റെ ഒരു നിഗമനം, അറിയില്ല. എനിവേസ്, ഞാൻ കാര്യത്തിലോട്ട് കിടക്കാം. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ കൂടെ ഞാൻ സ്റ്റേ ഓവർ ചെയ്യാൻ, അതായത് താമസിക്കുമായിരുന്നു. ഒരാഴ്ചയൊക്കെ ആയിട്ട് ഞാൻ താമസിക്കുമായിരുന്നു. സംബന്ധിച്ച് റൂം ഷെയറിങ് ആണ്. ഇപ്പോൾ നമ്മൾ ഈ ദുബായിലും ഷാർജയിലൊക്കെ താമസിക്കുമ്പോൾ അങ്ങനെ പറ്റുള്ളൂ, കാരണം എന്ന് വെച്ചാൽ ഓവർ റെൻ്റ് അല്ലേ. അപ്പോൾ നമ്മൾ റൂം ഷെയറിങ്ങിനാണ് താമസിക്കുന്നത്. ഇപ്പോൾ പുള്ളിക്കാർ ഒരു റൂം ഷെയറിങ്ങിനാണ് താമസിച്ചുകൊണ്ടിരുന്നത്. പുള്ളിക്കാർക്ക് ഒരു ബേബി ഉണ്ടായിരുന്നു ആ സമയത്ത്. ഹസ്ബൻഡ് ദിബ്ബ, അതായത് അവിടുന്ന് കുറച്ച് മാറിയിട്ട് ജോബ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരിയും ബേബിയും ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഞാൻ അവിടെ പോയിട്ട് സ്റ്റേ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാൻ ഈ ലുഡോ ഒക്കെ കളിക്കുന്ന ആ സമയത്ത് ലുഡോയുടെ അഡിക്റ്റായിരുന്നു. ഈ ഗ്രൂപ്പായിട്ട് ലുഡോ കളിക്കില്ല, എൻ്റെ കൂട്ടുകാരുടെ കൂടെ, അല്ലെങ്കിൽ ഈ ഞാൻ ഇപ്പുറത്തെ റൂമിൽ ഇരുന്ന് പുള്ളിക്കാരി അപ്പുറത്തെ റൂമിൽ ഇരുന്ന് അങ്ങനെ ഇങ്ങനെ കളിക്കും. ടോട്ടൽ ഉള്ളത് 4 റൂമാണ്. അതിൽ ഒരെണ്ണത്തിൽ ഞാനും പുള്ളിക്കാരും കുഞ്ഞും, മറ്റേതിൽ ഒരു പാകിസ്ഥാനി വൈഫ് ഹസ്ബൻഡ്, അടുത്ത റൂമിലും ഒരു പാകിസ്ഥാനി വൈഫ് ആൻഡ് ഹസ്ബൻഡ്, പിന്നെ ഒരു റൂമിൽ നമ്മുടെ ഈ ഹൗസിൻ്റെ ഓണർ. അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റേ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എല്ലാ റൂമും അടുത്തടുത്താണ്, വലിയ ഗ്യാപ്പൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു കൊറിഡോർ പോലെ, ഇത് നടക്കാൻ പറ്റുന്ന ഒരു സ്പേസേ ഉള്ളൂ. അതിൻ്റെ ഇവിടെ കിച്ചൺ, ഇവിടെ ബാത്റൂം, കിച്ചൻ്റെ നേരെ ഓപ്പോസിറ്റ്, ഇത്ര അടുത്തത് കിച്ചൺ ആണെന്നുണ്ടെങ്കിൽ ഇത്രയൊരു സ്പേസ്, നമുക്ക് നടക്കാനുള്ളൊരു സ്പേസ്, ഇവിടെ ബാത്റൂം, അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം രാത്രി ഒരു 10 മണി തൊട്ട് ഒരു 12-1 മണി വരെയൊക്കെ ഞാനായിരുന്നു ലുഡോ കളിക്കും. ആ സമയത്ത് ഞാൻ കൂട്ടുകാരൊക്കെ ഫോൺ ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പുള്ളിക്കാരി ബേബിയൊക്കെ ഉറക്കിയിട്ട് ഒരു 10 മണിയായി. പുള്ളിക്കാരി ബേബിയൊക്കെ ഉറക്കിയിട്ട് പുള്ളിക്കാരി ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഫോൺ എടുത്തിട്ട് കിച്ചണിൽ പോയിരുന്നു. കിച്ചണിലൊരു വിൻഡോ ഉണ്ട്, ഫ്ലാറ്റല്ലേ, കിച്ചണിലൊരു വിൻഡോ ഉണ്ട്. അപ്പോൾ വിൻഡോയുടെ അവിടെ നമ്മുടെ ഈ സ്ലാബ് പോലത്തെ ഇരിക്കാൻ പറ്റുന്ന കുറച്ച് സ്പേസ് ഉണ്ട്. സ്റ്റൗവിൻ്റെ ഇപ്പുറത്തായിട്ട് ഇരിക്കാൻ പറ്റുന്ന കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ പുറത്തോട്ട് നോക്കിക്കൊണ്ടിരുന്നു. ആരോ ഫോൺ ചെയ്യായിരുന്നു. കുറച്ച് നേരം ഫോൺ ചെയ്തു. എന്നിട്ട് ഞാൻ ലുഡോ കളിക്കാൻ വേണ്ടി ലുഡോ ആപ്പിൽ കയറി. ഞാൻ ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, കാരണം നമ്മൾ ഈ ഓഡിയോ ഓൺ ആക്കിയിട്ടായിരുന്നു ലുഡോ കളിച്ചിട്ടുണ്ടെന്ന്. വെട്ട് കുത്ത് ഇതൊക്കെ അതിനകത്തിരുന്ന് ഇങ്ങനെ പറയുമല്ലോ, അങ്ങനെയായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഓണർ മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ 10 മണിക്ക് ശേഷം നിങ്ങൾ കിച്ചണും ബാക്കി സ്പേസും ഒന്നും യൂസ് ചെയ്യുന്നില്ലെങ്കിൽ അവിടുത്തെ ലൈറ്റെല്ലാം ഒന്ന് ഓഫ് ചെയ്തിടണം, ഇല്ലെങ്കിൽ കറണ്ട് ബില്ല് ഒത്തിരി ആവും. അതുപോലെ തന്നെ ബാത്റൂമിലെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് എല്ലായിടത്തും ഇപ്പുറ റൂമിലും അപ്പുറ റൂമിലും ഒന്നും ലൈറ്റ് ഇല്ല. ഒരു റൂമിൽ
ഹസ്ബൻഡ് ആൻഡ് വൈഫോടെ പുറത്ത് പോയിരിക്കുക. ഒരു റൂമിൽ പുള്ളിക്കാരൻ്റെ വൈഫുണ്ട്, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ വൈഫുണ്ട്, ഹസ്ബൻഡ് ജോലിക്ക് പോയിരിക്കുക. പിന്നെ ഓണർ പുള്ളിക്കാരൻ്റെ കടയിൽ പോയിരിക്കുക, ജോലിക്ക് പോയിരിക്കുക. പുള്ളിക്കാരൻ വരുമ്പോൾ ഒരു 12 മണി സംതിങ് ഒക്കെ ആവും. അപ്പോൾ ഞാനുണ്ട്, പുള്ളിക്കാരിയുണ്ട്, എൻ്റെ കൂട്ടുകാരിയുണ്ട്, കൂട്ടുകാരിയുടെ കുഞ്ഞുണ്ട്, ഒരു വയസ്സുള്ള കുഞ്ഞുണ്ട്. പിന്നെ അപ്പുറത്തെ റൂമിൽ ഒരു പാകിസ്ഥാനിയുടെ വൈഫും ഉണ്ട്. പുള്ളിക്കാരി ഉറക്കമായെന്ന് തോന്നുന്നു, കാരണം ലൈറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ആ നടക്കുന്ന സ്പേസിലെ ലൈറ്റ് ഓഫ് ചെയ്ത്, ബാത്റൂമിലെ ലൈറ്റ് ഓഫ് ചെയ്ത്, കിച്ചണിലെ ലൈറ്റ് ഓഫ് ചെയ്തിട്ടാണ് ഞാൻ ആ വിൻഡോയുടെ അടുത്തല്ലേ ഇരിക്കുന്നത്. അപ്പോൾ വെട്ടമുണ്ടല്ലോ, പുറത്തുനിന്നുള്ള സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെട്ടമുണ്ട്. ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ഫോൺ ചെയ്തിട്ട് ലൂഡോ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറേ കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോൾ കിച്ചണാണെന്നുണ്ടെങ്കിൽ ഇത്ര സ്പേസ് നടക്കാൻ, അതിൻ്റെ ഇപ്പറേ ഇത് ബാത്റൂം. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പം ഇങ്ങനെ കഥ ഇങ്ങനെ തുറക്കുന്ന സൗണ്ട് വരുന്നു. കഥ തുറക്കുന്ന സൗണ്ട് വന്നിട്ട് പെട്ടെന്ന് അടയ്ക്കുന്ന സൗണ്ട്, പിന്നെയും തുറക്കുന്ന സൗണ്ട്, പിന്നെ അടയ്ക്കുന്ന സൗണ്ട്. നല്ല ഒച്ചത്തിലാണ്, നല്ല സൗണ്ടിലാണ്. അപ്പം ഞാൻ ആദ്യം ഓർത്തു ഇനി കാറ്റായിരിക്കും. നല്ല കാറ്റുണ്ടായിരുന്നു ആ സമയത്ത്, ഈ ചൂട് കാറ്റടിക്കുന്ന സമയമായിരുന്നു. അങ്ങനെ നല്ല കാറ്റുള്ള സമയം. ഇതിന് ഡോർ അടയ്ക്കുന്നു തുറക്കുന്നു, അടയ്ക്കുന്നു തുറക്കുന്നു. ഞാൻ ഓർത്തിന് കാറ്റാണോ. പിന്നെ കുറച്ച് നേരത്തേക്ക് സൈലൻസ് ആയിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞിട്ട് നമ്മൾ ഈ സ്വിച്ച് ഇട്ട് ഓഫാക്കി ഇങ്ങനെ ടിക് 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 ഇങ്ങനെ നമ്മൾ സ്വിച്ച് ഇടുകയും ഓഫാക്കി ചെയ്യുമ്പോൾ ഒരു സൗണ്ട് വരില്ലേ, ഈ സൗണ്ട് കുറേ നേരമായിട്ട് ഇതിങ്ങനെ കണ്ടിന്യൂസ് ഈ സൗണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ബാത്റൂമിനകത്ത് എക്സോസ്റ്റിംഗ് ഫാനില്ലേ, നമ്മളെ ഔട്ട് ഫാൻ എന്ന് പറയുന്നത് എക്സോസ്റ്റർ അതിങ്ങനെ കറങ്ങണ സൗണ്ട്. അത് കറങ്ങുന്നത് കാരണം വെച്ചാൽ ഇപ്പോൾ കാറ്റടിച്ചാലും അത് കറങ്ങാറ്. പക്ഷേ ഈ സ്വിച്ച് ഇടുന്ന ഓഫാക്കുന്നത് ഞാനപ്പോൾ ഓർത്തു, ഇവിടെ തന്നെ ഈ ചെയ്യുന്നത് കൊച്ചുറക്കമാണ്. അപ്പം ഇത് കിച്ചനാണെന്നുണ്ടെങ്കിൽ ഇത് ഇത് കിച്ചൺ, ഇത് നമ്മൾ കിടക്കുന്ന റൂം, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ബാത്റൂം. ഇപ്പം ബാത്റൂമിൽ നിന്ന് ഇത്ര ഒച്ച കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ക്ലിയർ ആയിട്ട് നമുക്ക് റൂമിൽ കേൾക്കാം. അപ്പോൾ ഞാൻ കിച്ചണിലിരിക്കുന്നു, പുള്ളിക്കാർ റൂമിൽ ഇരിക്കുന്നു. അപ്പം ഞാനോർത്ത് ഇതെന്നെ ഇത്ര ഒച്ചത്തി ഈ കഥ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നത്, എന്തിന് ഇത്ര സൗണ്ട് ഉണ്ടാക്കുന്നത്? അത് എത്ര പ്രാവശ്യം കഥ അടയ്ക്കുകയും തുറക്കുകയും അപ്പം ഞാൻ കഴിച്ച് ഇതെന്താ ഇവളിങ്ങനെ. കുറച്ച് നേരമായപ്പോൾ നിന്നിട്ട് പിന്നെ അത് തന്നെ എനിക്ക് എന്തോ വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു ആ സമയത്ത്. എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ആലോചിച്ചു, അട്ടർലി സൈലൻസ്, മൊത്തത്തിൽ സൈലൻസ്. ഞാൻ ഒറ്റയ്ക്ക് ഒരു കിച്ചൻ്റെ ഒരു മൂലക്കിരിക്കുന്നു, ലൈറ്റ് എല്ലാം ഓഫാണ്. കിച്ചൻ്റെ കഥ ഞാൻ അടച്ചിട്ട് കുറ്റിയിട്ടിട്ടില്ല, ജസ്റ്റ് അടച്ചിട്ടേക്കുക. എനിക്ക് പുറത്തോട്ടിറങ്ങി നോക്കണമെന്നുണ്ട്, എനിക്ക് അവിടെ നനങ്ങാനും പറ്റണില്ല. എൻ്റെ ലൂഡോ ഇതിനകത്ത് ഇങ്ങനെ ആയിക്കോട്ടെ കളിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അവിടെ നിന്ന് എണീറ്റില്ല, കാരണം എന്ന് വെച്ചാൽ എനിക്ക് പേടിയാണ്. ഞാൻ ഓർത്ത് അവൾ ഉറക്കമായി കാണും. അല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഞാനിപ്പോൾ കിച്ചണിലിരിക്കുകയാണെങ്കിൽ ജസ്റ്റ് തുറന്ന് നോക്കിയിട്ട് പോകണം. അപ്പോൾ തുറന്ന് നോക്കി എടുക്കുകയൊന്നും ചെയ്യില്ല. ഈ ബാത്റൂമിൻ്റെ സൗണ്ട് മാത്രം കേട്ടു. പുള്ളിക്കാരുടെ ആഴ്ച എനക്കൊന്നുമില്ല. എനിക്കാണെങ്കിൽ ഇറങ്ങി റൂമിലോട്ട് പോകണമെന്നുണ്ട്, പക്ഷെ എനിക്കിട്ട് പറ്റണമില്ല. അങ്ങനൊരവസ്ഥ. സത്യത്തിൽ ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കുക. ഞാൻ അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പുള്ളിക്കാർ പെട്ടെന്ന് വന്ന് കഥ തുറന്നു, കിച്ചൻ്റെ കഥ തുറന്നിച്ച്, നീ ഇത് എന്നതായി കാണിക്കുന്നേ? നിനക്കറിഞ്ഞൂടെ കൊച്ചുറങ്ങുന്നത്? നീ എന്നത്ര ഇത്രയും ഒച്ച ഉണ്ടാക്കി ബാത്റൂമിൽ പോണേ? നിനക്ക് പയ്യെ അടച്ചുകൂടെ കഥക്? ഇത്രയും ലൈറ്റ് ഇത്രയും പ്രാവശ്യം അതിനകത്തിന് ഓഫ് ഓൺ ആക്കുന്നേ എന്നൊക്കെ വന്നിട്ട് ചോദിക്കുക. അപ്പം ഞാൻ തന്നെ ആര് ബാത്റൂമിൽ പോയി, എപ്പം പോയി? ഞാൻ പറഞ്ഞു, ഞാൻ ആ സമയം ഏകദേശം ഇപ്പം 11:30 ആയി കാണും. ഞാൻ 10 മണിക്ക് ഞാൻ അവിടെ ഇരുന്ന. ഞാൻ പറഞ്ഞ്, ഞാൻ ഈ കിച്ചൺ വിട്ട് ഞാൻ പുറത്തോട്ട് പോയിട്ടില്ല, ഞാൻ ഇറങ്ങിയിട്ടില്ല ഈ ഡോറ് തുറന്ന് ഈ കിച്ചണകത്തോട്ട് കയറിയിട്ട് ഞാൻ ബാത്റൂമിൽ പോയിട്ടില്ലെന്ന് പറഞ്ഞു. എനിക്ക് പുള്ളിക്കാരിയല്ല ബാത്റൂമിൽ പോയത്, ഞാനും അല്ല. അപ്പം നിങ്ങൾ വിചാരിക്കും മറ്റേ റൂമിലെ മറ്റേ പാകിസ്ഥാനിയുടെ വൈഫാണെന്ന്. പക്ഷെ അവർക്ക് സെപ്പറേറ്റ് ബാത്റൂമുണ്ട്. അവർ നമ്മുടെ ബാത്റൂമിൽ കയറില്ല, അവരുടെ ബാത്റൂം മാത്രമേ യൂസ് ചെയ്യുള്ളൂ. വേറെ ആരും ഇല്ല താനും, നമ്മൾ 3 പേരേ ഉള്ളൂ.
എനിക്ക് എന്ത് ചെയ്യണമെന്നൊരു ഐഡിയ ഇല്ല. ഞാൻ പുള്ളിക്കാരിയോട് പറഞ്ഞു ഞാനല്ല. അപ്പോൾ പുള്ളിക്കാരി വിചാരിച്ചു മറ്റേ ആളുടെ വൈഫായിരിക്കും. അവരുടെ കഥ അടച്ചിട്ടേക്കുന്നത് തന്നെ അടച്ചിട്ടേക്കാണ്. ലൈറ്റ് ഓഫാണ്, നമുക്ക് കാണാം ലൈറ്റ് ഓഫാണ്. പിന്നെ പുള്ളിക്കാരി ആ ബാത്റൂമിൽ പോകത്തില്ലല്ലോ. അപ്പോൾ എനിക്ക് വല്ലാണ്ട് ടെൻഷനായിട്ടോ. ഞാൻ മൊത്തത്തിൽ പാനിക്കായി. ഞാൻ പറഞ്ഞു നമുക്ക് റൂമിൽ പോകാമെന്നും പറഞ്ഞിട്ട് ഞാൻ അവളെ വിളിച്ചിട്ട് റൂമിൽ പോയിട്ട് ഞാൻ പറഞ്ഞു നീ കേട്ടാ? അവൾ പറഞ്ഞു ഞാൻ കേട്ടു. നീ കേട്ടാ എന്ന് ചോദിച്ചു. പിന്നെ നീ എന്നെ കേട്ടെ? ഞാനിങ്ങനെ ഈ സ്വിച്ച് ഇട്ട് ഓഫാക്കി ആ സൗണ്ട് കേട്ടായിരുന്നു. പിന്നെ ഇതുപോലെ എക്സോസ്റ്റിംഗ് ഫാൻ ഇങ്ങനെ കറങ്ങുന്ന സൗണ്ട് കേട്ടു, കഥ അടയ്ക്കുന്നത് തുറക്കുന്നത് കേട്ടു, ഫ്ലഷ് അടിക്കുന്നത് കേട്ടെന്ന് പറഞ്ഞു. ഞാൻ കേട്ടില്ല ഫ്ലഷ് അടിക്കുന്നത്. ഞാൻ പറഞ്ഞു ഞാനും ഇതെല്ലാം കേട്ടു. ഞാൻ വിചാരിക്കുന്ന ഇവളാണെന്ന്, ഇവള് വിചാരിക്കുന്നത് ഞാനാണെന്ന്. എൻ്റെ പൊന്നടാവേ, ഞങ്ങൾ ഈ സംസാരിക്കുന്നത് ഇവിടെ കിച്ചൻ്റെ അവിടെ നിന്നിട്ട്. അതായത് ഞങ്ങൾ പെട്ടെന്ന് ഞാൻ അവിടെ അങ്ങോട്ട് റൂമിൽ പോയി വെച്ച് ഞങ്ങളിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുക. നമുക്ക് ഉറക്കവും വരുന്നില്ല. ഞങ്ങൾ പറഞ്ഞു എന്നാൽ പിന്നെ ഓണർ വരട്ടെ, നമ്മൾ നെക്സ്റ്റ് റൂമല്ലേ, പുള്ളിക്കാരൻ വരട്ടെ, നമുക്ക് ഇങ്ങനെ സംസാരിക്കാമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു ഇത്രയും രാത്രി എങ്ങനെയാണ് സംസാരിക്കുന്നത്? ഞാൻ സാരമില്ല, നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ചുമ്മാ എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ എങ്ങനെ വന്നിട്ട് പോയതാണെങ്കിലോ എന്ന്. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. 12-12:30 ആയപ്പോൾ പുള്ളിക്കാരൻ വന്നു. ഞങ്ങൾ ചെന്ന് ചോദിച്ചു ഇതുപോലെ ഇങ്ങനെ സൗണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു, ഇക്കാണോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഞാനിപ്പോഴല്ലേ വന്ന ഷോപ്പിൽ നിന്ന്, ഞാനല്ല, ചിലപ്പം പാകിസ്ഥാനിയുടെ വൈഫായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 12:30 ആയ സമയത്ത് മറ്റേ റൂമിലെ ഹസ്ബൻഡ് ആൻഡ് വൈഫും വന്നിരുന്നു. ഈ പുള്ളിക്കാരിയുടെ അമ്മ ഈ റൂമിൽ ആ പാകിസ്ഥാനിയുടെ വൈഫിൻ്റെ ഹസ്ബൻഡും വന്നു. അപ്പം ഞങ്ങൾ എല്ലാവരും വന്നു. പക്ഷെ ഞങ്ങളിങ്ങനെ ഓണറിനോട് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞാൽ നിങ്ങൾക്ക് തോന്നിയതായിരിക്കും. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ചു, ഞാൻ മാത്രം കേട്ടതാണെങ്കിൽ വിചാരിക്കുക എനിക്ക് തോന്നിയതാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കേട്ടാൽ എങ്ങനെയാണ് തോന്നലാവുന്നത്? ശരി, ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്നാൽ പിന്നെ ആ പുള്ളിക്കാരൻ്റെ ഭാര്യ കയറിയതായിരിക്കും ഇവിടെ ചോദിക്കാം. പുള്ളിക്കാരി കയറുന്നെങ്കിൽ ഓക്കെ, ഈ ബാത്റൂം യൂസ് ചെയ്യുന്നെങ്കിൽ യൂസ് ചെയ്യട്ടെ, ശരി. പക്ഷേ ഈ സ്വിച്ച് ഓഫ് ഓണാക്കി ഇങ്ങനെ ആരെങ്കിലും ലൈറ്റ് ഓണാക്കിയിട്ട് കളിക്കും? എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ കഥ എന്തിന് ഇത്രയും ശക്തിക്ക് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യണം? അതായിരുന്നു ഞങ്ങളുടെ ഡൗട്ട്. എന്നിട്ടും ഞാൻ എൻ്റെ മനസ്സിന് പറഞ്ഞിട്ട് പഠിപ്പിച്ചു പുള്ളിക്കാരി കയറിയതായിരിക്കും. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയപ്പോഴത്തേനും ഞാൻ പുള്ളിക്കാരിയുടെ ചെന്ന് ചോദിച്ചു ഇന്നലെ ഈ ബാത്റൂം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, രാത്രി നോയ്സ് കേട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ചോദിച്ചെന്ന് പറഞ്ഞു. പുള്ളിക്കാരി പറഞ്ഞു ഇല്ല, അവർ ഭയങ്കര ഉൾവലിഞ്ഞൊരു സ്വഭാവമുള്ള ആൾക്കാരാണ് പൊതുവെ. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല ഞാൻ യൂസ് ചെയ്തിട്ടില്ല, ഹസ്ബൻഡ് വന്നപ്പോൾ ഏകദേശം 12-12:30 ആയിരുന്നു, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആ ബാത്റൂം യൂസ് ചെയ്യില്ല, ഞങ്ങൾക്ക് ഈ ബാത്റൂം അല്ല തന്നിരിക്കുന്നത്, ഞങ്ങൾ ഈ ബാത്റൂമാണ് യൂസ് ചെയ്തതെന്ന് പറഞ്ഞു. അതും കൂടി കേട്ടപ്പോൾ എനിക്ക് എത്ര പത്തിയായി. അതിനുശേഷം 10 മണി കഴിഞ്ഞ് ഞാൻ ആ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. പിന്നെ അധിക ദിവസം ഞാൻ അവിടെ നിന്നിട്ടില്ല. പുള്ളിക്കാരുടെ ഹസ്ബൻഡ് വന്നപ്പോഴത്തേനും ഞാനങ്ങ് പോന്നു, വീട്ടിലൊക്കെ പോന്നു. പക്ഷേ ഞാനത് 2-3 പേരോട് ഞാൻ പറഞ്ഞു. ഉമ്മാടുത്ത് ഉമ്മാടുത്ത് പറഞ്ഞപ്പോഴത്തേനും പുള്ളിക്കാർ പറഞ്ഞു രാത്രി ഫോൺ നോക്കി ഇരിക്കുന്നതല്ലേ, നീ രാത്രി ഫോൺ നോക്കി ഇരുന്നപ്പോൾ നിന്നെ ആരെങ്കിലും കാണാൻ വന്നതായിരിക്കും. ആരെങ്കിലും എന്ന് വെച്ചാൽ ലൈക്ക് ആത്മാവ്, ആരെങ്കിലും പ്രേതം ആരെങ്കിലും കാണാൻ വന്നതായിരിക്കും എന്ന് പറഞ്ഞു. ഒന്നാതെ മനുഷ്യന് സമാധാനം പോയിരിക്കുന്നത്, അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കൂടി പറഞ്ഞു. പിന്നെ ഉമ്മ എടുത്തു പറഞ്ഞ കാര്യം ഞാൻ ഫോൺ നോക്കിക്കൊണ്ടിരുന്നതുകൊണ്ട് വന്നെന്നാരും. അതുകൊണ്ട് എല്ലാം ഉമ്മമാരും അങ്ങനെയല്ലേ പറയും. സീരിയസ്ലി. പക്ഷേ എനിക്കിപ്പോഴും ഞാൻ 2-3 പേരെടുത്ത് പറഞ്ഞപ്പോൾ എല്ലാവരും പറയുന്നത് എനിക്ക് തോന്നിയത് അങ്ങനെ ഞങ്ങൾക്ക് 2 പേർക്ക് തോന്നുന്നത്. പുള്ളിക്കാരിയും പേടിച്ചു, ഞാനും പേടിച്ചു. ഞങ്ങൾ 2 പേരും ഒരേ കണക്കത്തെ സൗണ്ടും എല്ലാം കേട്ടു. വേറെ ആരും ഇല്ലായിരുന്നു, ഇത്ര 3 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 3ാമത്തെ ആൾ ഞങ്ങൾ 3 പേര് ബാത്റൂമിൽ പോയിട്ടുമില്ല. ശരിക്കും എനിക്ക് ഭയങ്കര ഇപ്പോഴും ഞാനതിരുന്ന് ആലോചിക്കും
ഞാൻ പൊതുവേ ഭയങ്കര പേടിയുള്ള ഒരാളാണ് ഞാൻ. ഈ രാത്രി ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴൊക്കെ രാത്രി എനിക്ക് മുള്ളാൻ മുട്ടുമ്പോഴത്തേന് ഞാൻ ഉമ്മായി വിളിച്ചുണർത്തി റൂമിൽ ലൈറ്റിട്ട്, നടന്നു പോണ വഴിയിൽ ലൈറ്റിട്ട്, ഹാളിലെ ലൈറ്റിട്ട്, പുറത്തെ ലൈറ്റിട്ട്, ബാത്റൂമിലെ ലൈറ്റിട്ടിട്ട് ഞാൻ ബാത്റൂമിൽ പോകാറുള്ളൂ മുള്ളാൻ. അങ്ങനെയുള്ള ഒരാളാണ് ഞാൻ. ഇപ്പം എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. സംഭവം എനിക്ക് ഭയങ്കര പേടിയാണ്. എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരാളാണ് ഞാൻ. എനിക്കിപ്പോഴും ഇപ്പം എനിക്ക് 10-21 വയസ്സായി. ബട്ട് സ്റ്റിൽ ഇപ്പം കറണ്ട് പോയി കഴിഞ്ഞാൽ എമർജൻസി എടുത്തുകൊണ്ട് വരാൻ ഉമ്മ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആരെങ്കിലും കൂട്ടില്ല, ഞാൻ ലൈറ്റ് എടുക്കാൻ പോകില്ല. എനിക്ക് അത്രയ്ക്കും പേടി എനിക്ക്. അപ്പം എൻ്റെ കഥ ക്യാമറ പോയി. അപ്പം എൻ്റെ കഥ ഇത്രയൊക്കെ ഉള്ളൂ. സംഭവം ഇതാണ് എനിക്കുണ്ടായ എക്സ്പീരിയൻസ്. ഇത് ഇനി മായമാണോ മന്ത്രമാണോ എനിക്കറിഞ്ഞൂടെ. മീൻസ് ഇനി എന്നെ ആരെങ്കിലും കാണാൻ വന്നതാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷെ എനിക്കങ്ങനെ എന്നെ കാണാൻ അങ്ങനെ വരാൻ ആരും ഇല്ല. പടച്ചോനെ, ആരും വരില്ലേ, അങ്ങനെ ആരും ഇല്ല. പക്ഷെ ഇപ്പോഴും അത് ആലോചിക്കുമ്പോൾ എനിക്കൊരു പേടിയുണ്ട്. എവിടെ നിന്നൊക്കെയോ ഒരു പേടി വരും. ഓക്കെ, മതി. ഇനി കുറേ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ബോറടിക്കും. അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ സൽമ വരുന്നതായിരിക്കും. നിങ്ങൾക്കിങ്ങനെ വല്ല എക്സ്പീരിയൻസോ സ്റ്റോറി വല്ലതും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ഓക്കെ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റോറി പറഞ്ഞ് കളിക്കാമല്ലോ. ഓക്കെ, എൻ്റെ ബ്രദറിന് ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം വീഡിയോയുടെ ലെങ്ത് ഒത്തിരി പോകും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം. അടുത്ത എന്തെങ്കിലും ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. ചിലപ്പോൾ ഇനി 6-7 മാസം കഴിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ 1 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും. ബട്ട് സ്റ്റിൽ ഞാൻ തിരിച്ചു വരും. ഓക്കെ,